അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ ശ്രോതാക്കളെ, ഇന്നലെ നാം തുടങ്ങിവെച്ച വിഷയമാണ് ക്യാൻസർ. അതിനെപ്പറ്റി പഴയകാലത്തുള്ള മെഡിക്കൽ ഫീൽഡിലെ ശാസ്ത്രജ്ഞരും ഡോക്ടേഴ്സും പറഞ്ഞ കാര്യങ്ങൾ വിശദമായി പറഞ്ഞിരുന്നു. അബൂബക്കർ റബീഅ് ഇബ്നു അഹ്മദ് ബുഖാരി അദ്ദേഹം ഹിദായത്തുൽ മുതഅല്ലിമീന ഫി തിബ്ബ് എന്നുള്ള ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, പല ഗ്രന്ഥവും എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടും ഉണ്ട്. അതേപോലെ തന്നെ അലി ഇബ്നു അബ്ബാസ് അഹ്വദി കാമിലത്തു സിനാഅത്തി തിബ്ബിയ എന്നുള്ള ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, പല ഗ്രന്ഥവും എഴുതിയിട്ടുണ്ട്. അതിലും ക്യാൻസറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അനേകം പഴയ കാലത്തുള്ളവരും ഇന്നുള്ള ആൾക്കാരും ക്യാൻസറുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇന്നത് വളരെ വ്യാപകമായി കിടക്കുന്ന ഒരു രോഗമാണ്, പലയിടത്തും കാണുന്നുണ്ട്. മലയാളത്തിൽ അർബുദം എന്നാണ് അതിന് പറയുന്നത്, എല്ലാവർക്കും അറിയാം. സംസ്കൃതത്തിലും അർബുദ എന്നാണ് കാണുന്നത്. ഏറ്റവും പഴയ കാലത്തുള്ള ഡോക്ടറായ ശാസ്ത്രജ്ഞനായ ശുശ്രുതൻ, അദ്ദേഹത്തിൻ്റെ ശുശ്രുത സംഹിതയിലും അർബുദ എന്നാണ് അതിൻ്റെ പേര് കാണപ്പെടുന്നത്. അതിൻ്റെ എണ്ണങ്ങൾ ഞാൻ പറഞ്ഞു, അത് കൃത്യം അല്ല. ഇന്നത്തെ എണ്ണം എത്രയെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല, കാരണം അത് 13 കൊല്ലം മുമ്പുള്ള കണക്കാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇത്തരം രോഗികളെ കാണണമെങ്കിൽ അവരുടെ അവസ്ഥകൾ, അവരുടെ വിഷമങ്ങൾ, വ്യസനങ്ങൾ അറിയണമെങ്കിൽ ഒന്ന് മെഡിക്കൽ കോളേജുകളിൽ ഒന്ന് കയറി ഇറങ്ങണം. ഈ സെക്ഷനിൽ, ഈ അർബുദത്തിൻ്റെ, ക്യാൻസറിൻ്റെ അവിടെ വാർഡുകൾ ഉണ്ടാകും. അതിലൊന്ന് കയറി ഇറങ്ങണം. അവരുടെ വിഷമങ്ങൾ, ഈ ക്യാൻസർ എന്ന് മാത്രമല്ല പല രോഗികളും അവിടെ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ഭക്ഷണം, രോഗികളുടെ ഭക്ഷണം അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുമായിരിക്കും. അവിടെ കൂടെ നിൽക്കുന്നവർ, അവർക്ക് യാതൊരു കഴിവും ഉണ്ടാവില്ല. അവിടെ പണമെല്ലാം ചികിത്സിച്ച് അതൊക്കെ മുഴുവനായി തീർന്നിട്ടുണ്ടാകും. അങ്ങനെ അവർ വലിയ വിഷമത്തിലായിരിക്കും. അവർക്ക് നമുക്ക് പറ്റുന്നെങ്കിൽ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണം. തീർച്ചയായും നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ആ രോഗങ്ങൾ തട്ടിപ്പോകും. അങ്ങനെയാണല്ലോ ഹദീസിൽ പറയുന്നത്, അസ്സദഖത്തു റദ്ദുൽ ബലായ. നമുക്ക് വരുന്ന ആപത്തുകളെ, മുസീബത്തുകളെ, ബലാഹുകളെ, ദുരിതങ്ങളെ അല്ലാഹു തആല നാം കൊടുക്കുന്ന ഈ സ്വതക്കയുടെ ഫലം കൊണ്ട് അല്ലാഹു അതിനെ തട്ടിക്കളയും എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ ക്യാൻസറുകളെ പുരുഷന്മാർക്ക് ഇന്ന് കൂടുതലായും കാണുന്നത് ശ്വാസകോശത്തിലാണ് കാണുന്നത്. കൂടുതൽ, അല്ലാത്ത പലയിടങ്ങളിലും കാണുന്നുണ്ട്, എങ്കിലും കൂടുതൽ. പിന്നെ വൻകുടലിലും ആണ് കൂടുതൽ കാണുന്നത്. സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ നെഞ്ഞിൻ്റെ 2 ഭാഗത്താണ് കൂടുതലായിട്ടും കാണുന്നത്. WHO പറയുന്നത് 2020 തന്നെ ലോകത്തിൽ തന്നെ ഓരോ 8 പേരിൽ ഒരാൾക്കെന്നോണം സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവെയർ ചെയ്യണം, ബോധവൽക്കരണം നടത്തണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവർക്ക് വരുന്ന, സ്ത്രീകൾക്ക് വരുന്ന അവരുടെ സെർവിക്കൽ ക്യാൻസറാണ്. ഗർഭപാത്രത്തിൻ്റെ, ഗർഭാശയത്തിൻ്റെ വായയിൽ വരുന്ന ക്യാൻസർ. അപ്പോൾ ഇത്തരം ക്യാൻസറുകൾ എന്തുകൊണ്ട് കൂടുതലായി വരുന്നത്? ഈ പുകയില സംബന്ധമായ പ്രോഡക്റ്റുകളെ കൊണ്ടാണ്. ഇന്നലെയും ഞാനത് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ കഴിവതും നാം അതിനെ കൈവെടിയേണ്ടതാണ്, ഒഴിഞ്ഞു ദൂരത്താകേണ്ടതാണ്. ഒരിക്കലും അത് നാം ഉപയോഗിക്കാൻ പാടില്ല. അത് ചിലപ്പോൾ വീട്ടിൽ ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, സിഗരറ്റ് വലി, ബീഡി വലി പോലെയുള്ള കാര്യങ്ങൾ, ആ വീട്ടിലുള്ള എല്ലാവർക്കും പല രോഗങ്ങളും വരാൻ, ക്യാൻസറുകൾ വരാൻ സാധ്യത ഉണ്ട്. അതാണ് ശാസ്ത്രം പറയുന്നത്.
ഗവേഷകർ പറയുന്നത് ഇന്ന് ലോകത്തിൽ 60 ലക്ഷം ആൾക്കാർ ഈ പുകയിലയുടെ കാരണം കൊണ്ട് അത് വലിച്ചു ആൾക്കാർ എല്ലാ വർഷവും മരിക്കുന്നു. അതിനെ വലിക്കാത്തവർ, അതിനെ ശ്വസിക്കുന്നവർ 6 ലക്ഷം പേരും എല്ലാ വർഷവും മരിക്കുന്നുണ്ട് എന്ന് കണക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും വീട്ടിൽ അങ്ങനെ വലിക്കുന്നവരുണ്ടെങ്കിൽ അതിനെ ക്രമേണ കുറയ്ക്കാൻ വേണ്ടി നോക്കുക എന്നല്ലാതെ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയോ അവരെ ശകാരിക്കുകയോ ചെയ്യണ്ട. അത് എഡിക്റ്റ് ആയതുകൊണ്ട് അതിനെ അവരടുത്ത് പറഞ്ഞ് മെല്ലെ മെല്ലെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അത് വളരെ നല്ലതാണ്. ഞാൻ ഈ പറയുന്ന വ്യക്തി ഒരു ശരിയായ MBBS MD പഠിച്ച ഡോക്ടർ അല്ല എങ്കിലും ഈ മെഡിസിനെ പറ്റി ഞാൻ ഒരുപാട് കണക്കില്ലാത്ത ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്. ആ വായിച്ച അറിവ് വെച്ചാണ് പറയുന്നത് എന്നല്ലാതെ ഞാൻ മരുന്ന് കൊടുക്കുന്ന ആള് അല്ല. മരുന്ന് കൊടുക്കാൻ വേണ്ടി ഞാൻ പോകുന്നില്ല. അതിൻ്റെ അർഹത എനിക്കില്ല. അത് ഡോക്ടേഴ്സിനേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും വായിക്കണം. ഇത്തരം വിഷയങ്ങളിൽ നമുക്കൊരു അറിവുകൾ വേണം. ഇപ്പം മലയാളത്തിലാണെങ്കിലും ധാരാളം ബുക്സുകൾ, ഗ്രന്ഥങ്ങളുണ്ട്. ഡോക്ടർ ഗോപിനാഥ് പിള്ള എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ഒരു എക്സ്പെർട്ടായ ഡോക്ടർ എഴുതിയ 13 ബുക്ക് മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ അതിലും കൂടുതലായി അദ്ദേഹം എഴുതിയോ എന്നറിയില്ല. അത് ഈ ആരോഗ്യ ബോധവൽക്കരണം ചെയ്യുന്ന ബുക്കാണ്. വളരെ നല്ല ബുക്കാണ്. അങ്ങനെ നമുക്ക് കഴിയുന്നത്ര പല വിഷയങ്ങളിൽ നാം സ്വന്തമായിട്ട് വിവരങ്ങൾ ഉണ്ടാക്കുക, അതിനെപ്പറ്റി ഒന്ന് അറിയാം. എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, ഈ ബ്രസ്റ്റ് ക്യാൻസർ നന്നായിട്ട് കൂടുന്നു. സ്ത്രീകളുടെ നെഞ്ഞിൻ്റെ 2 ഭാഗത്ത് വരുന്ന ക്യാൻസറുകൾ. അതിന് ആരെ കാണിക്കണം എന്ന് ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് ഈ ക്യാൻസറിൻ്റെ ഡോക്ടർമാർ 2 തരം ഡോക്ടർമാരുണ്ട്. ഒന്ന് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, രണ്ടാമത് സർജിക്കൽ ഓങ്കോളജിസ്റ്റ്. കാണിക്കേണ്ടത് ആരെയാണ്? മെഡിക്കൽ ഓങ്കോളജിസ്റ്റിന് കാണിക്കണം. ഓങ്കോളജിസ്റ്റ് എന്ന് ക്യാൻസറിൻ്റെ ഡോക്ടർ. എന്നിട്ട് അദ്ദേഹം ചെക്കപ്പ് ചെയ്തിട്ട് മനസ്സിലായാൽ പിന്നെ അതിൻ്റെ ഒരു സർജറിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ സർജിക്കൽ ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്ത്, സർജറി ചെയ്യുന്ന ക്യാൻസറിൻ്റെ വിദഗ്ധനായ ഡോക്ടറിൻ്റെ അടുത്ത് അദ്ദേഹം വിടും. പിന്നെ പലരും ഡയറക്റ്റ്ലി സർജിക്കൽ ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്തും കാണിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ സ്ത്രീകളുടെ ആ സ്ഥലത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോഴേക്ക് അതിനെ കൂടുതൽ വെച്ചിരിക്കരുത്. കാരണം സ്ത്രീകൾ കൂടുതലായി നാണം കൊണ്ട് അത് ആരടുത്തും പറയാറേ ഇല്ല. അങ്ങനെ നാണം കൊണ്ട് അത് അങ്ങനെ വെച്ചു കുറേ സമയം കഴിഞ്ഞ് അതിൻ്റെ സ്റ്റേജുകളെല്ലാം മൂർജിച്ച്, സ്റ്റേജുകളെല്ലാം അങ്ങോട്ട് കടന്ന് പിന്നെ അത് അങ്ങനെ കൂടുതലായാൽ പിന്നീട് അതിനെ ചികിത്സ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നേരത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അതിനെ കാണിക്കണം. പിന്നെ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പണം ചെലവ് ചെയ്യേണ്ടി വരും എന്ന് മാത്രമല്ല ഒരുപാട് വിഷമങ്ങളും ഉണ്ടാവാനും സാധ്യത ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ സ്റ്റേജുകൾ 1, 2, 3, 4 ഇങ്ങനെ സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജുകൾ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നാം കഴിയുന്നത്ര അതിനെപ്പറ്റി പഠിച്ച് ശ്രദ്ധിക്കുക. അതിൻ്റെ ചെക്കപ്സുകൾ ഉണ്ട്. ഇത് മെഡിക്കൽ ഫീൽഡിലെ വിദഗ്ധർ പറയുന്നത്, ഒന്ന് സ്വന്തമായി സ്ത്രീകൾ അവരുടെ വീട്ടിൽ വെച്ച് ഓരോ മാസം കൂടുമ്പോഴേക്കും ചെക്കപ്പ് ചെയ്യണമെന്നാണ്. അവർക്ക് സ്വന്തം ചെയ്യുന്ന ഒരു ചെക്കപ്പ്. ഒരു മിറർ, ഒരു കണ്ണാടി എടുത്ത് അതിൻ്റെ മുമ്പിൽ നിന്ന് ഒരു മുറിയിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ബാത്റൂമിലോ അല്ലെങ്കിൽ സ്വന്തം മുറിയിലോ ആരും ഇല്ലാത്ത സ്ഥലത്ത് അവരുടെ വലത് കൈ തലയിൽ വെച്ച് അല്ലെങ്കിൽ തലയുടെ ബേക്കിൽ വെച്ച് ഈ അവരുടെ ആ സ്ഥലത്തെ നന്നായിട്ടൊന്ന് മിററിൽ, കണ്ണാടിയിൽ നോക്കണം. അതിൽ ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടോ എന്ന്. അങ്ങനെ രണ്ടാമത് ഇടത് കൈയിൽ തലയിൽ വെച്ച് രണ്ടാമത് ഇടത് ഭാഗം അങ്ങനെ തന്നെ നോക്കണം.
ഞാൻ ചുരുക്കി പറഞ്ഞതാണ്, അതിന് കൂടുതലായി ക്ലാസ്സുകളിൽ പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ, ഞാൻ പറഞ്ഞ ഡോക്ടറിനെ കാണിക്കണം. അദ്ദേഹം അതിനെ ഒരു ചെക്കപ്പ് ചെയ്യും അദ്ദേഹം. പിന്നീട് വേറെ FNAC എന്ന് പറഞ്ഞിട്ട് ഒരു സൂചി കുത്തിയിട്ട് ഒരു ചെക്കപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് മെമ്മോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അൾട്രാസൗണ്ട്, ഇങ്ങനെയുള്ള വേറെ ചെക്കപ്പ് ഉണ്ട്. ലാസ്റ്റ് ബയോപ്സി ഉണ്ട്. ഇങ്ങനെ പലജാതി ചെക്കപ്പ് ഡോക്ടർമാർ ചെയ്യുന്നുണ്ട് ഈ രോഗത്തെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി, കണ്ടുപിടിക്കാൻ വേണ്ടി. എങ്കിലും ഞാൻ ചില അടയാളങ്ങൾ പറയുന്നു. ആ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് അതിൻ്റെ ആ സ്ഥലങ്ങളുടെ, ഞാൻ പറഞ്ഞ അവരുടെ സ്ത്രീകളുടെ നെഞ്ഞിൻ്റെ 2 ഭാഗത്ത് ആ സ്ഥലങ്ങളുടെ വലിപ്പത്തിലോ എന്തെങ്കിലും മാറ്റങ്ങൾ, അതിൻ്റെ രൂപത്തിലോ വലിപ്പത്തിലോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് എപ്പോഴും ക്യാൻസർ ആണ് എന്നല്ല അർത്ഥം. ഒന്ന് ഡോക്ടറെ ഒന്ന് പെട്ടെന്ന് കാണിക്കൽ നല്ലതാണ്. ചിലപ്പോൾ അങ്ങനെ രോഗമായിരിക്കും, ചിലപ്പോൾ വേറെന്തെങ്കിലും കാരണത്തിലായിരിക്കും, എങ്കിലും കാണിക്കണം പെട്ടെന്നായിട്ട്. പിന്നെ അതിൻ്റെ സ്കിന്നിൽ, ആ സ്ഥലത്തിൻ്റെ തോല്, അതിൽ എന്തെങ്കിലും ഡിംപ്ലിങ്, കുഴിയുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നൊന്ന് ഡോക്ടറെ കാണിക്കണം. പിന്നീട് ആ സ്ഥലങ്ങളിൽ നിന്ന് ഷ്രിങ്കേജ് വന്നു, ആ സ്ഥലം ചുരുങ്ങി പെട്ടെന്നായിട്ട്, അൺഎക്സ്പെക്റ്റഡായിട്ട് പെട്ടെന്നായിട്ടുള്ള ഒരു ചുരുക്കം വന്ന് അത് ചുരുങ്ങി, അല്ലെങ്കിൽ അതിന് വൺ സൈഡ് ഒരു ഭാഗം ചുരുങ്ങി, എന്നാലും ഒന്ന് പെട്ടെന്ന് ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതിൻ്റെ തോലിന് നല്ല കട്ടിയായി, അല്ലെങ്കിൽ അതിൻ്റെ നിപ്പിൾ അകത്തോട്ട് വലിച്ചു, അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ മുഴ ഉണ്ട്, അല്ലെങ്കിൽ കക്ഷത്തിൽ മുഴയുണ്ട്, അല്ലെങ്കിൽ പാലൂട്ടുന്ന സമയത്തല്ലാതെ അവിടെ മിൽക്ക് കാണുന്നുണ്ട്. മുലയൂട്ടുന്ന സമയത്ത് അല്ലാത്ത സമയത്ത് അവിടെ മിൽക്ക് കാണുന്നുണ്ട്. അത് ക്യാൻസർ തന്നെ എന്ന് പറയാനും ഇല്ല. ചിലപ്പോൾ ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ടും അങ്ങനെ പെൺകുട്ടികളിലൊക്കെ കാണാം. എങ്കിലും ഒന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കണം. എന്ന് മാത്രമല്ല, ആ സ്ഥലത്തുള്ള ഞരമ്പിലൊരു നല്ല ഡാർക്ക് വന്നു, അല്ലെങ്കിൽ ഒരു നീല നിറമാണ്, എന്നാലും ഒന്ന് ഡോക്ടറെ കാണിക്കണം. ഈ പറഞ്ഞതെല്ലാം ക്യാൻസർ തന്നെ ആയിക്കൊള്ളണം എന്നില്ല എങ്കിലും ഒന്ന് പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം. കാരണം അത് വളരെ ഫാസ്റ്റായിട്ട് ഈ രോഗം ലോകത്തിലെമ്പാടും പടരുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങളെപ്പറ്റി പഠിക്കണം. ബുക്ക് വായിച്ചിട്ട് ഇന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സുകൾ ചിലപ്പോൾ കാണും, അത് കേട്ട് പഠിക്കുക. എന്നിട്ട് അവരവരെ ആരോഗ്യം സംരക്ഷിക്കുക. കഴിവതും അവരവരെ ആരോഗ്യം സംരക്ഷിക്കുക. ഇപ്പോഴത്തെ ഫാസ്റ്റിംഗ് ഫുഡുകളൊക്കെ കഴിവതും ഒഴിവാക്കുക. നല്ല നാച്ചുറൽ ഫുഡ് നന്നായി കഴിക്കുക. എന്നിട്ട് അവരവരെ ആരോഗ്യം സംരക്ഷിക്കുക. അല്ലാഹു തആല നമുക്ക് നല്ലത് ചെയ്യുവാൻ തൗഫീക്ക് നൽകട്ടെ. ഈ ഭൂമി അല്ലാഹു ശാന്തിയാൽ നിറക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.